ഈ കാര്യത്തിൽ ഞാൻ അമ്മയെ എതിർത്ത. കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ കാരണം ജോത്സ്യം പറഞ്ഞത് കേൾക്കാത്തതാണെന്ന് അമ്മയടക്കം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും വിശ്വസിക്കും. എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിച്ചത് ജോത്സ്യൻ പറഞ്ഞത് വകവയ്ക്കാത്തതുകൊണ്ടാണെന്ന് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഓ, പാറു ലക്ഷ്മിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി ടെൻഷനടിച്ച് ഓടി നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഇക്കാര്യം അവളോട് പറയുക? ആ, പ്രിയം പറയണ്ട. പാർവതിയോട് ഇക്കാര്യം ഞാൻ സംസാരിക്കാം. അതൊന്നും വേണ്ട സർ. ലക്ഷ്മിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ സാറ് പാറുവിൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു ഉറപ്പ് അവൾക്ക് കൊടുത്താൽ മതി. അവൾക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനവും. പിന്നെ സമയം നോക്കി കല്യാണക്കാര്യം അവളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചോളാം. നിങ്ങളുടെ സ്നേഹം വിജയിക്കാൻ നീയും പാർവതിയും എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർവതി നീ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾ ഒരുമിക്കണം. അതിന് എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. പ്രിയൻ ടെൻഷൻ അടിക്കണ്ട. സാറിനോട് എനിക്ക് എന്തുമാത്രം ബഹുമാനമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാറിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനൊരു സഹായം ചെയ്യില്ല. സ്നേഹിച്ച പെൺകുട്ടിയെ അവൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ഒരുമിപ്പിക്കാൻ വലിയൊരു മനസ്സ് വേണം. സാറിനതുണ്ട്. നമ്മൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അയാളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതിന് അയാളെ പിരിയുകയാണ് വേണ്ടതെങ്കിൽ അതും സന്തോഷത്തോടെ ചെയ്യണം. അല്ലാതെ നിർബന്ധിച്ച് കൂടെ നിർത്തുന്നത് ശരിയല്ല. പാർവതിയുടെ സന്തോഷ എനിക്ക് ഏറ്റവും വലുത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയണം. എനിക്കത് മതി. പ്രിയം ചെല്ല്, ഞാൻ തന്നെ പാർവതിയോട് സംസാരിച്ചോളാം. ശരി സർ. പാർവതി, എത്രയൊക്കെ നിന്നെ മറക്കാൻ ശ്രമിച്ചാലും എന്റെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴൊരു നീറ്റൽ ബാക്കിയുണ്ട്. ഞാൻ നിന്നെ എങ്ങനെ മറക്കാനാ? എനിക്കതിന് കഴിയില്ല. ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മുതലാളി ആ മണ്ഡപം വെച്ച് കളിക്കുന്ന കളി കണ്ടപ്പം എനിക്ക് സമാധാനമായി. എന്തൊക്കെ പറഞ്ഞാലും മുതലാളിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. എടാ, പിന്നെ ഇല്ലാതിരിക്കോ? നീ എത്ര വർഷമായിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കുക. ലക്ഷ്മിയെ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എടാ, ഇവളെന്താ പതിവില്ലാതെ ഇങ്ങോട്ട് വിളിക്കുന്നേ? ആരാ രുദ്ര? എന്റെ പാർക്കുട്ടി. ഞാൻ സംസാരിച്ചിട്ട് വരാം. എന്തിനാണോ എന്തോ. ഹലോ, എന്താ മോളെ എന്റെ ഫോണിലേക്കൊരു വിളിയൊക്കെ? നമ്പർ മാറി ഡയൽ ചെയ്ത് വല്ലതാണോ? അല്ല, എനിക്ക് വഴക്കൂടാൻ താല്പര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നിനക്ക് എന്നോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. മോള് പറ, എന്തിനാ ഇപ്പൊ ഈ രുദ്രനെ ഓർത്തത്? ലക്ഷ്മിച്ചയുടെ കല്യാണത്തിന് ഞങ്ങൾ പറഞ്ഞു വെച്ച ഹാള് മറ്റൊരു പരിപാടിക്ക് നിങ്ങൾ കൊടുത്തു എന്ന് അമ്മ പറഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ വിളിച്ചേ. ഓ, അതാണോ? ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് നിനക്കറിയാലോ. നമ്മൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും പഞ്ചായത്ത് വക ഹാള് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ജനകൻ ചേട്ടൻ എന്നോട് വേണ്ടേ സംസാരിക്കാൻ? അല്ലാതെ അവിടെ റെസീറ്റ് എഴുതാൻ മാത്രം ഇരിക്കുന്ന ഒരാളോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നത് എവിടുത്തെ മര്യാദയാ? അതേസമയം മറ്റേ പാർട്ടി ഉണ്ടല്ലോ, എന്നെ നേരിട്ട് വന്ന് കണ്ട് സമ്മതം വാങ്ങുക മാത്രമല്ല, ആ പരിപാടിക്ക് എന്നെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ലക്ഷ്മിയുടെ കല്യാണത്തിന് ജനകൻ ചേട്ടൻ ഈ നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു. എനിക്ക് മാത്രം ക്ഷണമില്ല. ജനകൻ ചേട്ടൻ എന്നെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എന്നിട്ടും ഞാനൊന്നും മനസ്സിൽ വെച്ചില്ല. പഴയതെല്ലാം മറന്നിട്ട് ഞാൻ ജനകൻ ചേട്ടനോട് ലക്ഷ്മിയുടെ കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ലേ എന്ന് ചോദിച്ചു.
കല്യാണം നടക്കുന്നതിന്റെ പരിസരത്ത് പോലും എന്നെ കാണരുതെന്ന് അദ്ദേഹം താക്കീത് നൽകി. ഇത്രയൊക്കെ എന്നെ അപമാനിച്ച അദ്ദേഹത്തെ ഞാനിതിനെ വഴിവിട്ട് സഹായിക്കുന്നേ? അത് അച്ഛൻ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. അദ്ദേഹം മാത്രല്ല, ഞാനും നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്റെ കുടുംബം കാരണം നിങ്ങൾക്കുണ്ടായ എല്ലാ മനപ്രയാസത്തിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. ആ കേട്ടില്ല. എന്താ പാറു പറഞ്ഞ്? ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുക. ദയവ് ചെയ്ത് കഴിഞ്ഞതെല്ലാം മനസ്സിൽ വെച്ച് എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കരുത്. എന്റെ അടുത്ത് ഇങ്ങനെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നീ വരുന്ന ദിവസത്തിനായി ഞാൻ ഒരുപാട് കാത്തിരുന്നതാ. ഇത് നീ നേരിട്ടാണ് ചോദിച്ചെങ്കില് അതിന്റെ കിക്ക് വേറെ ലെവലായനെ. സാരമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ പറഞ്ഞ ഈ ഒരു വാക്കിന് ഞാൻ ആ ഹോള് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തുന്നതിനായി വിട്ടുകൊടുക്കാം. നിന്റെ ചേച്ചിയുടെ കല്യാണം നല്ല ഭംഗിയായി നടക്കുകയും ചെയ്യും. ഇത് ഈ രുദ്രന്റെ വാക്കാ. മതിയോ? നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കട്ടെ, അവസാനം ചതിക്കൂ? എന്താ പാറു ഇത്? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് നിനക്ക് എന്നെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടായേക്കാം. പക്ഷേ എന്നെക്കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്നവർ പോലും ഒരു കാര്യം സമ്മതിക്കും: രുദ്രൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ പാറു എന്നോട് നന്ദി പറയുന്നേ? നമ്മൾ തമ്മിൽ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിന്നെപ്പോലെ നിന്റെ അച്ഛനും ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ വെക്കാം. ശരി, ഗുഡ് നൈറ്റ് പാർക്കുട്ടി. ആ, നിങ്ങൾ അമ്പലത്തിലേക്കാണോ? അതെ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അമ്മ വന്നില്ലേ? ഇല്ല മോളെ, കല്യാണം അടുത്തില്ലേ, അവൾക്ക് ഒരുപാട് തിരക്കുകളുണ്ട്.